പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൈജീരിയയിലെത്തി. 17 വർഷത്തിന് ശേഷമാണ് ഭാരതത്തിന് പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഊഷ്മളമായ സ്വീകരണമാണ് അബൂജയിലെ ഭാരതീയ സമൂഹം പ്രധാനമന്ത്രിക്ക് ഒരുക്കിയത്. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 6 ദിവസം നീളുന്ന വിദേശ പര്യടനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി പുറപ്പെട്ടത്. നൈജീരിയ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ബ്രസീലും ഗയാനയും സന്ദർശിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, 17 വർഷത്തിന് ശേഷം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നൈജീരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഊഷ്മളമായ സ്വീകരണം തന്നെ ഭാരതീയ സമൂഹം പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ടല്ലേ? തീർച്ചയായും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറെ ഊഷ്മളമായ ഒരു സ്വീകരണം തന്നെയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അതായത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അവിടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. നമുക്കറിയാവുന്നതാണ്, നിരവധിയായ വിഭാഗങ്ങൾ, അതായത് ഭാരതത്തിൽ തന്നെ നിരവധി മേഖലകളിൽ നിന്നുള്ളവർ ജോലി ചെയ്യുന്നൊരു പ്രദേശമാണ് നൈജീരിയ. നൈജീരിയയുടെ തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകരണമാണ് ഈ സമൂഹം നൽകിയത് എന്നാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അറിയാവുന്നതാണ്, മറാഠ സമൂഹവും അതുപോലെ തന്നെ അതുപോലുള്ള ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള നിരവധിയായ സമൂഹങ്ങൾ, കാര്യമായ ഒരു ജനസംഖ്യയുള്ളൊരു പ്രദേശം കൂടിയാണ് നൈജീരിയ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. നമുക്കറിയാവുന്നതാണ്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുള്ള രണ്ട് രാജ്യങ്ങളാണ് ഭാരതവും നൈജീരിയയും. ഭാരതത്തിൽ നിന്ന് നിരവധി അധ്യാപകർ അവിടെ ചെന്ന് വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അത്തരത്തിലുള്ള വിവിധങ്ങളായ വിദ്യാഭ്യാസ വിനിമയ പരിപാടികളെല്ലാം തന്നെ നടത്തിയിരുന്ന ഒരു രാജ്യം കൂടിയാണ്. അതുപോലെ തന്നെ പ്രതിരോധ രംഗത്തും വാണിജ്യ രംഗത്തും അതുപോലെ വ്യാവസായിക രംഗത്തും കൃത്യമായൊരു ധാരണ നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ രാജ്യത്തേക്കാണ് പ്രധാനമന്ത്രി 17 വർഷത്തിന് ശേഷം എത്തുന്നത്. നമുക്കറിയാവുന്നതാണ്, ടിനുബുവുമായുള്ള കൂടിക്കാഴ്ച, അതായത് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയാണ് പ്രധാന വിഷയം. ആ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ കാര്യമായ ഉഭയകക്ഷി ചർച്ചകൾ തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി കരാറുകൾ പുതുക്കുന്നതുൾപ്പെടെ, അല്ലെങ്കിൽ കരാറുകൾ കുറെ കൂടി സമഗ്രമായി പരിഷ്കരിക്കുന്നതുൾപ്പെടെയുള്ള നീക്കങ്ങളായിരിക്കും നൈജീരിയയിൽ പ്രധാനമായും നടക്കുക. നൈജീരിയയിലെ സന്ദർശനം തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് മറ്റൊരു ഘടകം കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ G20 സമ്മേളനത്തിനാണ് നൈജീരിയയുടെ പ്രസിഡന്റ് ഭാരതത്തിലെത്തി ഗ്ലോബൽ സൗത്തിനെ, അതായത് ദക്ഷിണ ഗോളത്തിലെ രാജ്യങ്ങളെ കൃത്യമായും ചേർത്ത് പിടിക്കുന്നൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർത്തതുൾപ്പെടെയുള്ള വിശാലമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള G20 നീക്കങ്ങൾ നടത്താൻ നേതൃത്വം നൽകിയത് ഭാരതമാണ്. തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് അടുത്ത ദിവസം തന്നെ ബ്രസീലിലേക്ക് പ്രധാനമന്ത്രി തിരിക്കുന്നു. ബ്രസീലിലാണ് അടുത്ത G20 സമ്മേളനം, 2024 G20 സമ്മേളനം നടക്കുന്നത്. G20 സമ്മേളനം നടക്കുന്ന വേദിയെത്തുന്നതിന് തൊട്ടു മുൻപായി G20യിൽ പങ്കെടുത്ത മികച്ച ധാരണകൾ ഉണ്ടാക്കിയ ഒരു രാജ്യവുമായി വീണ്ടും ഉറച്ച ധാരണകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതാണ് ഏറെ ഗൗരവമേറിയ ഒരു വിഷയം. പല രംഗങ്ങളിൽ, അതായത് വ്യാവസായിക രംഗങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വാണിജ്യ രംഗങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ ശക്തമാകുന്നതോടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ, അതായത് ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുക, ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദമാകുക എന്ന നീക്കത്തിൻ്റെ ഏറ്റവും നിർണായകമായ നടപടിക്രമങ്ങളുടെ, അല്ലെങ്കിൽ ഒരു നടപടിക്രമ പുരോഗതിയുടെ ഭാഗം കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം, ഈ സന്ദർശനത്തോടുകൂടി നിരവധി കരാറുകൾ ഇത്തരത്തിൽ വാണിജ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും, നേരത്തെ നമുക്കറിയാവുന്നതാണ്, മലയാളികൾ പോലും നിരവധി അധ്യാപകർ അവിടെ എത്തി ജോലി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം, മറ്റു രീതികളിലുള്ള സഹകരണം, റിസോഴ്സസ് മാനേജ്മെൻറ്റ്, അതായത് ആ രാജ്യത്തെ റിസോഴ്സസ് പ്രയോജനപ്പെടുത്തുന്നതിന് ആ രാജ്യത്തെ ജനതയ്ക്ക് ഏത് രീതിയിലുള്ള പിന്തുണ നൽകണം, സാങ്കേതികമായ പിന്തുണ നൽകണം എന്നതിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ മികച്ച ധാരണകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ പ്രാധാന്യമർഹിക്കുന്നത് ബയോഫ്യൂവൽ, അതായത് ജൈവ ഇന്ധന രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള വലിയ ധാരണകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും നമുക്ക് നിരീക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്. ഐസൺ, അതോടൊപ്പം തന്നെ 6 ദിവസത്തെ വിദേശ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി പുറപ്പെട്ടിട്ടുള്ളത്. നൈജീരിയ സന്ദർശിച്ച ശേഷം അദ്ദേഹം ബ്രസീലും ഗയാനയും സന്ദർശിക്കുന്നുണ്ടല്ലേ?
തീർച്ചയായും 18-19 ദിവസങ്ങളിലാണ് ബ്രസീലിൽ അദ്ദേഹം എത്തുന്നത്. ബ്രസീലിലെ റയോ ഡി ജനീറോയിൽ നടക്കുന്ന G20 സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ G20 സമ്മേളനത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമ്മേളനം, അല്ലെങ്കിൽ G20യുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സമ്മേളനമാണ് കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്നത്. ആ നിർണായകമായ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ആഫ്രിക്കൻ യൂണിയൻ ഉൾപ്പെടെ ഉൾച്ചേർക്കപ്പെടുകയും വിശാലമായ രീതിയിൽ G20 പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. അന്ന് തന്നെ പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞൊരു വിഷയമുണ്ട്. ഗ്ലോബൽ സൗത്തിൻ്റെ നെടുനായകത്വം വഹിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഗ്ലോബൽ സൗത്തിൻ്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുമ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ വളരെ ശക്തമായി, വിദേശ രാജ്യങ്ങളിലെല്ലാം സന്ദർശിക്കുമ്പോൾ ഈ നിലപാടുകൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ ബ്രസീലിൽ നടക്കുന്ന G20 സമ്മേളനത്തിലെ സാന്നിധ്യം. റയോ ഡി ജനീറോയിലെ സമ്മേളനത്തിൽ വലിയ നിർണായകമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആദ്യ അന്തരീക്ഷ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചകളെല്ലാം തന്നെ നടന്നത് ഈ കാർബൺ പുറന്തള്ളൽ സംബന്ധിച്ച ധാരണകളിലേക്കെല്ലാം തന്നെ എത്തുന്ന ആദ്യ അന്താരാഷ്ട്ര സമ്മേളനം നടന്നത് റയോ ഡി ജനീറോയിലാണ്. അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന പ്രധാനമന്ത്രിയുടെ ചർച്ചകളും, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും G20യിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്നു എന്നതിനപ്പുറം പരിസ്ഥിതി സൗഹൃദമായതും കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള നീക്കങ്ങളിലും കൃത്യമായ നിലപാടുകൾ ഭാരതം അറിയിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഗയാനയിൽ സന്ദർശനം നടത്തുക. ഗയാനയിലെ സന്ദർശനത്തിന് ശേഷം 21-ന് പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, 17 വർഷത്തിന് ശേഷം നൈജീരിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. നൈജീരിയ സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി ബ്രസീലും ഗയാനയും സന്ദർശിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.